നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും നമ്മൾ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉദ്ഘാടനങ്ങൾ, മറുഭാഗത്ത് ഗ്യാരണ്ടികൾ. മാറാത്തത് മാറുമെന്ന് BJP പറയുന്നു. വോട്ടിന് കാശ് പാടില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോഴും വാഗ്ദാനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഒട്ടും കുറവില്ല നമ്മുടെ നാട്ടിൽ. കേരളത്തെ വീണ്ടെടുക്കാനുള്ള പുതുയുഗ യാത്രയ്ക്ക് ശേഷം ഇന്നലെ പുത്തരിക്കണ്ടത്ത് 5 പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തി. തെലങ്കാനയിലും കർണാടകയിലും വിജയിച്ച ഫോർമുല ഗ്യാരണ്ടി വോട്ടായി മാറുമോ? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, CPM-ൽ നിന്ന് PK ഗോപൻ, BJP-യിൽ നിന്ന് TP ജയചന്ദ്രൻ എന്നിവരാണ്. അതിഥികൾക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്നലത്തെ ഈ 5 ഗ്യാരണ്ടിക്ക് ശേഷം ജിൻഡോയ്ക്ക് ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്താണ്? ഈ ഗ്യാരണ്ടികൾ വോട്ടായി മാറും എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ? ആര്യം, നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന്റെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്ത്രീകൾക്ക്, മുഴുവൻ സ്ത്രീകൾക്കും കേരളത്തിലെ KSRTC പൊതുഗതാഗത സംവിധാനത്തിൽ സൗജന്യ യാത്രയും, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ സ്റ്റൈഫൻഡും, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതും, അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പലിശരഹിതമായിട്ട് 5 ലക്ഷം രൂപ സംരംഭങ്ങൾ തുടങ്ങാൻ കൊടുക്കുന്നതും, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഒരു മിനിസ്ട്രി തന്നെ രൂപീകരിക്കുമെന്നുള്ള വാഗ്ദാനത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷത്തിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി കൂടി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളിൽ നിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ്, അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ആരോഗ്യ മേഖലയിലുള്ള പ്രയാസങ്ങൾ. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആരോഗ്യ ചികിത്സാ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 60 തൊട്ട് 70% ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻസ് വരുമ്പോൾ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു 10 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ ഒരു വർഷത്തെ ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതം താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇത് 2 തരത്തിൽ ഉമ്മൻചാണ്ടിയോടുള്ള നീതീകരണവും കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള അവരെ ചേർത്ത് നിർത്തുന്നതുമാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും കാരുണ്യ ചികിത്സാ പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു, വിജയകരമായി നടപ്പാക്കിയിരുന്നു. അങ്ങനെ നിരവധി പദ്ധതികളുണ്ടായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി, ശ്രുതിതരംഗം പദ്ധതി, അങ്ങനെ കുറേ പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളുടെയൊക്കെ ഒരു ഓർമ്മ ഉണർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. 2, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർക്ക് നേരിട്ട് അനുഭവിച്ചിരുന്ന വികസന പരിപാടികളെ കുറിച്ചിട്ട് അവർക്ക് ഒരു ഓർമ്മ ഉണർത്താൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രഖ്യാപനങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. ജിൻഡോ, ഇതിലൊരു നമുക്ക് ഓരോന്നും നിങ്ങളുടെ ഓരോ ഗ്യാരണ്ടിയും ഓരോ രീതിയിൽ നമുക്ക് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇപ്പം നമുക്ക് തുടക്കത്തിൽ KSRTC-യുടെ കാര്യം തന്നെ എടുക്കാം. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതാണ് പ്രഖ്യാപനം. അത് വലിയ രീതിയിൽ സ്ത്രീകളെ, കാരണം ഇപ്പം നമ്മൾ 50-50 രീതിയിൽ ശതമാനത്തിൽ എടുത്താൽ പോലും വലിയ രീതിയിൽ സ്ത്രീകൾക്ക് ഗുണപ്രദമാകുന്ന ഒരു പദ്ധതിയാണ്, ഒരു പ്രഖ്യാപനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ KSRTC അത് നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. അതിപ്പോൾ കരകയറി അങ്ങ് വരുന്നതേ ഉള്ളൂ. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്കൊരു പ്രതിവർഷം, അല്ലെങ്കിൽ ഈ KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന് ഫുൾ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയപ്പോൾ ഈ ശബരിമല മണ്ഡലകാല സീസണിലാണ് ഏറ്റവും ഹയസ്റ്റ് വരുമാനം ഒരു ദിവസം പ്രതിദിന ഇത് വന്നത്. അത് ഈ മാസം, ഈ 2026 ജനുവരിയിലാണ്. അത് 11 കോടിയാണ്. നിങ്ങൾ ശരാശരി 8 കോടി ഒരു പെർ ഡേ വരുമാനമുണ്ടെന്ന് കൂട്ടിയാൽ പോലും 365 ദിവസം ഏകദേശം 2920 കോടി വരും. അതിൻ്റെ ഇനി പകുതി നിങ്ങൾ 3000 കോടിയാക്കി എടുത്താൽ ആ പകുതി 1500 കോടി രൂപ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് എടുത്താൽ ഈ പണം 1500 കോടി രൂപ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ കൊടുക്കണം KSRTC-ക്ക്. അത് സാധ്യമായ ഒരു കാര്യമാണോ ആ തുക? അല്ല, ആ രീതിയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്ത്രീകൾക്ക് കുട്ടികളുടെ കൺസെഷൻ്റെ നിരക്ക് അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്രത്തോളം വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ പാസ് കൊടുക്കുന്നില്ല, കുട്ടികളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് KSRTC ലാഭത്തിലായോ?
ഇന്നിപ്പോൾ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പറയുന്നുണ്ട് KSRTC വലിയ നഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടാണെന്ന്. ഞങ്ങൾ കുറേ കാലങ്ങളായി ഇത് പറയുമ്പോൾ ഇവർ പറഞ്ഞ KSRTC കുഴപ്പമില്ലാതെ ഓടുന്നു. KSRTCയിലെ പെൻഷൻകാർക്ക് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടെന്നേ. ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച, വിജ്ഞാനോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച, ലോകസമാധാനത്തിന് പോലും ജീവനക്കാർ കോടതിയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നു എന്നൊരു മാറ്റം KSRTCയിൽ വന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ജിൻഡോ അല്ല ആര്യ, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. 1-ാം തീയതി KSRTCയിൽ എത്ര ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്? കേരളത്തിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നുണ്ടോ? പെൻഷൻകാർ ഈ മാസം കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി KSRTCയിലെ പെൻഷൻകാർ സമരം ചെയ്യുന്ന വാർത്തകൾ കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലും വന്നതാണല്ലോ. അപ്പോൾ അവരൊക്കെ കള്ളം പറഞ്ഞാണോ? ഈ പെൻഷൻകാർ ശമ്പളം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിരവധി വാർത്ത വന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, KSRTC നഷ്ടത്തിലാണോ ലാഭത്തിലാണോ? അത് കേരളത്തിലെ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന മന്ത്രി വരവിനനുസരിച്ചുള്ള ചെലവാണ്. അതായത് ലാഭത്തിൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നഷ്ടത്തിലല്ല KSRTC. പക്ഷെ ഈ രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കണക്കൊരു ഏകദേശ കണക്കാണ്. ആ രീതിയിലുള്ള 1500 കോടി രൂപ അത് എവിടെ നിന്ന് ഒരു സർക്കാർ, ഏത് സർക്കാരാണെങ്കിലും ശരി, എവിടെ നിന്ന് എടുത്തു നൽകും? നിങ്ങളിപ്പോ കർണാടകയും തെലങ്കാനയും ജിൻഡോ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ കണക്കുകൾ എടുത്തു. ഈ കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ ബജറ്റ് പ്രഖ്യാപിച്ചത്. അവിടുത്തെ കർണാടക RTC സർക്കാരിനോട് 11,000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. കാരണം അവർ സാമ്പത്തികമായി അത്രമേൽ പ്രതിസന്ധിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷമായി ശമ്പളം കൂട്ടിയിട്ടില്ല. ഈ സീറോ ടിക്കറ്റിന് സർക്കാർ കൊടുക്കുമെന്ന വിഹിതം കൊടുത്തിട്ടില്ല. ആ രീതിയിൽ വലിയ പ്രതിസന്ധിയിലാണ്. 5,000 കോടി രൂപ മാത്രമേ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിജയിച്ച ഫോർമുലയാണ് കർണാടകയിൽ ഞങ്ങൾ അവിടെ നടപ്പാക്കിയെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥിതി അതല്ല. ആര്യ, എനിക്ക് ഒരു മിനിറ്റ് ഇടപെടാതെ. ഇതിൽ ഒന്നാമത്തെ കാര്യം, KSRTC നിലവിൽ നഷ്ടത്തിലാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ചെലവും വരവും കൃത്യമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ചെലവിനനുസരിച്ചിട്ടുള്ള വരവ് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പോകുന്നു. അത് നടപ്പാക്കുമ്പോൾ ഇതിന് തുക കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അത് ഞങ്ങളെ ഏൽപ്പിക്കൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ലാഭത്തിലാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ഞങ്ങൾ എങ്ങനെ ഇത് നടപ്പാക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടെന്നേ. ഞങ്ങൾ വിവിധ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചാണ് ഞങ്ങളുടെ 30 ദിവസത്തെ പുതുയുഗ യാത്ര നടത്തിയത്. അതിന്റെ സമാപനത്തിലാണ് കൃത്യമായ പഠനങ്ങളോടെ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിന്റെ പേരിൽ KSRTC ഇല്ലാതാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക പരിസ്ഥിതി പരിശോധിച്ചാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ 18, 19, 21 മാസമായിട്ട് ക്ഷേമനിധി പെൻഷനുകൾ ഇപ്പോഴും കുടിശ്ശികയാണ് കേരളത്തിൽ. കരാറുകാരുടെ ബില്ല് പാസാക്കി കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ പൊതുകടമെങ്കിൽ, അതായത് കേരളം ഉണ്ടായ കാലം തൊട്ട് ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുന്നത് വരെ എങ്കിൽ ഇന്ന് 6 ലക്ഷത്തിലധികമായിട്ട് കേരളത്തിന്റെ പൊതുകടം വർദ്ധിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് ഇവർ പറയണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തിക രംഗത്തെ ഞങ്ങളുടെ ആസൂത്രണത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. ഇത് ഞങ്ങൾ നടപ്പാക്കുമോ ഇല്ലയോ, വിജയകരമായി നടപ്പാക്കുമോ ഇല്ലയോ, തെരഞ്ഞെടുപ്പിന് ശേഷം ഭരിച്ചിരുന്ന കാലത്ത് KSRTC പ്രതിസന്ധിയിലായിരുന്നു. അന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് മടങ്ങി വരാം. ഒരു 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTCക്ക് വരിക. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകണുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞില്ല. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ജിൻഡോ, ആര്യ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, 2011 സാമ്പത്തിക സാഹചര്യമല്ല, കാലഘട്ടമല്ല, അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ. രണ്ടാമത്തെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുഴുവൻ ലാഭവും നഷ്ടവും മാത്രം കണക്കാക്കിയാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിനെയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടുന്നുണ്ടല്ലോ. കുറെ കുറവുകളും ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ളതാണ്. അതിനെയൊക്കെ മോണിറ്ററി ബെനിഫിറ്റിലേക്ക് മാത്രം കൺവേർട്ട് ചെയ്ത് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അതില്ല എന്നിരിക്കെ തന്നെ കേരളത്തിലെ പൊതുമേഖല പൊതുഗതാഗത സംവിധാനത്തിന്റെ
പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള KSRTCയെ ലാഭത്തിലാക്കാനുള്ള സ്ട്രാറ്റജി ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. 10 വർഷമായിട്ട് ഇവരുടെ കയ്യിലില്ലാത്ത ഒരു പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ലാഭത്തിലാകുന്നതിനോടൊപ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമായ പൊസിഷനാണ്. ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഞങ്ങൾ നടപ്പാക്കും. അത് എങ്ങനെ നടപ്പാക്കും, അതിന് പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ. അത് ഞങ്ങൾ പൂർത്തീകരിച്ചോളാം. അതിനെക്കുറിച്ചിട്ട് LDF എന്തിനു ആശങ്കപ്പെടുന്നു? അവരെ കൊണ്ട് ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ശമ്പളം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, സൗജന്യ യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയല്ലേ നിൽക്കുന്നത്? ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നികുതി വരുമാനത്തിന്റെ വർധനവിനെ കുറിച്ചിട്ടും കേരളത്തിൽ ഏതൊക്കെ മേഖലയിൽ നികുതി ഏർപ്പെടുത്തണമെന്നും ഏതൊക്കെ രീതിയിലാണ് ധനാഗമ മാർഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതെന്നും ടൂറിസം മേഖലയിലും അതുപോലെ സംരംഭകത്വ മേഖലയിലും ഒക്കെ എങ്ങനെയുള്ള വികസനമാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് വിവിധ കോൺക്ലേവുകൾ, ആരോഗ്യ കോൺക്ലേവുകൾ, അതുപോലെ സംരംഭകരുടെ കോൺക്ലേവുകൾ, അതുപോലെ വിവിധ തരത്തിൽ ഉള്ള കോൺക്ലേവുകൾ സംഘടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ ആളുകളുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിക്കുന്ന പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി എന്ന് പറഞ്ഞാണ് ഓരോ പദ്ധതിയും രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. ശരിയാണ്, ഈ പറഞ്ഞതുപോലെ കർണാടകയിൽ അവതരിപ്പിച്ചു, അതിപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം, ഒന്നിപ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന IT മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലും ഈ 0 ടിക്കറ്റിന്റെ ആനുകൂല്യം കിട്ടുകയാണ്. അത് വേണമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുരുഷന്മാർക്കുള്ള ടിക്കറ്റ് കൂട്ടി എന്നുള്ള ആരോപണമുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിങ്ങൾ ആദ്യം മുഴുവൻ സ്ത്രീകൾ എന്ന് പറഞ്ഞു കർണാടകയിൽ, അത് കഴിഞ്ഞ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾ എന്ന് മാറ്റി. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അങ്ങനെ അതിർവരമ്പുകളില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, കേരളത്തിൽ ഇത് പ്രായോഗികമാണോ എന്നുള്ളത്. അറിയാം, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയിലെ യാത്ര സൗജന്യമാണ്. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന IT പ്രൊഫഷണൽസ് ആരെങ്കിലും KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരും സൗജന്യമായിട്ട് യാത്ര ചെയ്തോട്ടെ. പക്ഷെ എത്ര ആളുകൾ എന്ന് നമ്മൾ പരിശോധിക്കണം. എത്ര ആളുകൾ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഞ്ചരിക്കുന്നതിന്റെ പേരിൽ മുഴുവൻ ആളുകളും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന്റെ കാലത്ത് അവർ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ആക്ഷേപം പോലെയുള്ള ഒരു ആക്ഷേപം മാത്രമാണ്. ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർക്ക് കൺസെഷൻ കൊടുക്കണ്ട എന്ന് പറയുന്നത് പോലെ ഒരു ആക്ഷേപമാണ്. എത്ര IT പ്രൊഫഷണൽസ്, എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ KSRTC ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പൊതുഗതാഗത രംഗത്ത് ഉള്ള റോഡിലെ ബ്ലോക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ആരെ ഉൾപ്പെടെ ഇപ്പോഴത്തെ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് മറ്റാർക്കെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇതിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരോ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ നടത്തണം, എങ്ങനെ സജഷൻസ് ഉണ്ടോ? നമ്മൾക്ക് പരിഗണിക്കാം. ഇപ്പോൾ UDFന്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം കേട്ട ശേഷം ഞാൻ ജിൻഡോയിലേക്ക് തിരിച്ചു വരാം. ശ്രീ PK ഗോപൻ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് വലിയൊരു പ്രഖ്യാപനമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രാമ മേഖലയൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബത്തിന്റെ ചെലവ് അത് ഗതാഗതത്തിനാണ്, അവരുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നത്. അത് ആ കുടുംബത്തിലെ സ്ത്രീക്ക്, ഏറ്റവും വരുമാനം ഒരുപക്ഷെ കുറഞ്ഞ സ്ത്രീക്ക് അത് സൗജന്യമാവുകയാണ്. അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അതിനുള്ള പണം, വിഭവ സമാഹരണം, ധനസമാഹരണം അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ CPM എങ്ങനെയാണ് ആ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ ഉള്ളൂ? ശ്രീമതി ആര്യ, ഇത് മഹത്തായ പ്രഖ്യാപനമാണ്. അതിൻ്റെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത് KPCCയുടെ കുടുംബകാര്യമാണോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമല്ലേ? കോൺഗ്രസ് 3 സംസ്ഥാനം ഭരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിലവർ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് കർണാടക. നേരത്തെ മാഡം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകത്തിൽ KSRTC സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നേ? കർണാടകത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, അവർ പലതരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. അങ്ങനെ പുരുഷന്മാർക്ക് ചാർജ് വളരെ വലിയ തോതിൽ കൂട്ടി. എന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. വർഷം 14,000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കർണാടക RTCക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ കേരളത്തിലാണെങ്കിൽ ഒരു 70% യാത്രക്കാർ, 60 മുതൽ 70% വരെ യാത്രക്കാർ സ്ത്രീകളാണ്. കർണാടകത്തിൽ അത്രയും വരില്ല. കേരളത്തിൻ്റെത് കൂട്ടി ലിബറലായ ഒരു സ്റ്റേറ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു 50-55% നമുക്ക് കൂട്ടാം സ്ത്രീ യാത്ര, അല്ലെ 50% കൂട്ടാം. ആ 50% ആയപ്പോഴാണ് 14,000 കോടി വന്നത്. ഇപ്പോൾ അത് BPL APL വെച്ചിട്ട് കുറയ്ക്കാൻ പോകുന്നു എന്നല്ല മാഡം, അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ കർണാടകത്തിൽ നിൽക്കുക. അതായത് അവരുടെ കയ്യിലുള്ള ഒരു സ്റ്റേറ്റ്
നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് പൊളിഞ്ഞ് പാളീസായ ഒരു കാര്യം ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ആ വാഗ്ദാനം പൊളിഞ്ഞതിന്റെ കഥ ഇന്നല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. ഇനി അവര് സ്ത്രീകൾക്ക് സൗജന്യത്തിൽ കൊടുക്കാഞ്ഞിട്ട് പോലും ലാഭത്തിലല്ലോ, KSRTC ലാഭത്തിലല്ലോ, പിന്നെ സ്ത്രീകൾക്ക് സൗജന്യത്തിൽ കൊടുത്താൽ എന്താണ് കുഴപ്പം? എന്തായാലും ലാഭത്തിലല്ല, അതിനുള്ള പണം അവർ പമ്പ് ചെയ്തോളും എന്നുള്ളതാണ്. സർക്കാരല്ല, അവരുടെ സർക്കാരാണെങ്കിൽ അവർ അതിനുള്ള പണം കണ്ടെത്തിക്കോളും. അത് അല്ല, KSRTC ഇപ്പൊ നഷ്ടത്തിലാണ്, അതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലേക്ക് പോട്ടെ, അങ്ങനെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. KSRTC എത്ര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടുള്ള നഷ്ടമാണ്. നേരത്തെ ശ്രീമതി ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അന്നത്തെ മന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസ് പല പദ്ധതികൾ തലയിൽ കൈവച്ച് ഒഴിഞ്ഞതുപോലെ അന്ന് പറയുകയാണ്, ഒരിക്കലും ഇത് നന്നാക്കാൻ പറ്റത്തില്ല, ഡൽഹിയിലൊക്കെ പോയിട്ട് വരാവുന്നുള്ളൂ. ഡൽഹിയിൽ അന്ന് ആരാ? നരേന്ദ്രമോദി അല്ല, കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡൽഹി പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയും. കേരളത്തെ അന്നും കോൺഗ്രസ് വളരെ തോതിൽ അവമതിച്ചിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും കോൺഗ്രസ് കേരളത്തെ അവഗണിച്ചിട്ടേ ഉള്ളൂ. 6 മന്ത്രിമാർ വിടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 19 MP-മാരുണ്ട്. അവഗണനയുടെ ഏറ്റവും വലിയ മാതൃക BJPക്ക് കാണിച്ചു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ KSRTC നഷ്ടത്തിൽ, KSRTC ഇപ്പോൾ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന പരുവത്തിലെത്തി. എത്രമാത്രം കഠിനമായി അധ്വാനിച്ചിട്ടാ. ആര്യാടൻ മുഹമ്മദ് 100 കോടി നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മനോഹരമായ പ്രഖ്യാപനമുണ്ട്. ശ്രീമതി ആര്യ ഓർക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ജോലി വാങ്ങിച്ച്, സർക്കാർ പെൻഷനുമായിട്ട് ഇനി ആരും കേരളത്തിൽ ജീവിക്കണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയുടെ പേരുകൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അവിടെ നിന്നാണ് ഈ കേരളത്തെ വിമോചിപ്പിച്ചെടുത്തത്. ഇന്ന് കേരളത്തിൽ 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങൾ ലാഭത്തിലാക്കി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം എന്താ? അദ്ദേഹം പറഞ്ഞല്ലോ, രാഷ്ട്രീയ പൊസിഷൻ. ആ പൊസിഷൻ ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും സർക്കാരിൻ്റെ ബാധ്യതയല്ല, അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇവിടെ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. നരസിംഹറാവും മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വം എല്ലാം കൊണ്ടുവന്ന അങ്ങനെയാണ് നമ്മുടെ LICയുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തുടങ്ങിയത്, നവരത്ന കമ്പനികളുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, കൽക്കരി ഖനികൾ പ്രൈവറ്റൈസ് ചെയ്തത്. ഇതെല്ലാം കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ട് BJP ശക്തമാക്കിയ നയങ്ങളാണ്. ഇന്ന് BJP അതിൻ്റെ പേരിൽ പറയുന്നത് ഞങ്ങളുടെ ജോലി ബിസിനസ് നടത്തലല്ല, സർക്കാരിൻ്റെ ജോലി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തലല്ല എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നയം സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് പൊതുമേഖല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് ആളുകൾ പരിഹസിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ കൂടി നോക്കണം. KSRTC മാത്രം പറഞ്ഞാൽ നമുക്ക് ചർച്ചയുടെ മറ്റു ഘട്ടത്തിൽ അതിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TP ജയചന്ദ്രൻ, ഇതിപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇടത് വലത് മുന്നണികളാണ് മാറി മാറി ഭരിച്ചിരുന്നത്. കേരളം നിങ്ങൾക്കൊരു അവസരം തന്നു. അത് തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചുമതല ഭരണമായിരുന്നു. പൊങ്കാല കഴിഞ്ഞു, 5 ദിവസമായി. ഇവിടെ തോറ്റുപോയൊരു CPM-ന്റെ കൗൺസിലർ ഇന്ന് ഫേസ്ബുക്കിലിട്ട ഒരു ദൃശ്യമുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കാം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ കാണുന്നത് ഗവൺമെൻറ് സംസ് കോളേജ് പാളയം, അതായത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് സംസ് കോളേജാണ്. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററുള്ളൂ തിരുവനന്തപുരം നഗരസഭയുടെ പ്രധാന ഓഫീസ്. ഇന്നലെ നഗരസഭയിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 5 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഈ നഗരമാകെ വൃത്തിയാണെന്ന് അവകാശപ്പെടുന്ന നഗരസഭയുടെ അധികാരികളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ പലയിടത്തും ഇതേ കണക്ക് മാലിന്യങ്ങൾ കൂടി അവിടെ പൊങ്കാല കഴിഞ്ഞ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. അത് ഇന്നലെ തന്നെ വൈകുന്നേരം CPM ഏരിയ സെക്രട്ടറി മുന്നിൽ ഈ പരാതി എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പാളയം തമ്പാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ സഹാക്കൾ. ശ്രീ TP ജയചന്ദ്രൻ, ഇത് പൊങ്കാല കഴിഞ്ഞ 5-ാം നാൾ CPM-ന്റെ തോറ്റുപോയ ഒരു പ്രതിനിധി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയത്? അല്ല, മാതൃഭൂമിയുടെ ലേഖകന്മാർ ഇത് കണ്ടില്ലേ? എന്താ ഇത്ര പരിതാപകരമാണോ? തിരുവനന്തപുരം നഗരത്തിലെ മാതൃഭൂമിയുടെ ക്യാമറാമാനും ലേഖകന്മാരും ഒക്കെ
ഇങ്ങനെ തോറ്റുപോയ ഒരു CPM-കാരൻ നേരത്തെ എടുത്തു വെച്ച ഒരു ചിത്രം എടുത്ത് പ്രസിദ്ധീകരിക്കേണ്ട ഗതികേടിലാണോ മാതൃഭൂമിയെ പോലെ? നേരത്തെ എടുത്തു വെച്ച ചിത്രമാണോ എന്ന് എനിക്കറിയില്ല. നേരത്തെ എടുത്തു വെച്ച ചിത്രമാണോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമി കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും വർഷങ്ങളായി പൊങ്കാല കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണിയോടുകൂടി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ പറഞ്ഞത് ഇനി അവർ കൊണ്ടുപോയി ഇട്ടു എന്നാണ് താങ്കളുടെ ആരോപണമെങ്കിൽ അതിന് എനിക്ക് ഉത്തരമില്ല കേട്ടോ. അതെനിക്കറിയില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല. അല്ല, ഞാൻ അത് തന്നെയായിരിക്കും പറഞ്ഞത്. മാതൃഭൂമി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ പോലും മാതൃകാപരമായ മാധ്യമ പ്രവർത്തനം നടത്തിയ പത്രത്തിന്റെ ബാക്കിയാണ്. നിങ്ങൾക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഇല്ലേ? എന്തേ മാതൃഭൂമി ലേഖകന് ഈ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ? നിങ്ങളൊരു തോറ്റുപോയ CPM, എല്ലാ രംഗത്തും തോറ്റുപോയ ഒരു CPM-ന്റെ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് എന്നോട് ചോദ്യം ചോദിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത് മാതൃഭൂമിയെക്കുറിച്ച് ഞാൻ പരിതപിക്കണോ? നോക്കൂ, നമ്മുടെ ചർച്ച ഇവിടെ സത്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതല്ലേ. മലയാളത്തിലൊരു ചൊല്ലുണ്ടായിരിയ, എണ്ണ ആട്ടുന്നിടത്ത് പോയി ഞാൻ പിണ്ണാക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ഇവിടെ തരാനില്ല, വീട്ടിൽ വന്നാൽ ഞാൻ നല്ല എണ്ണ തരാം. എൻ്റെ ജിൻഡോ ജോൺ അത്യാവശ്യം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പാനലിസ്റ്റാണ്. അദ്ദേഹം പോലും ബബ്ബ അടിക്കുകയാണ്. നോക്കൂ, ഇവിടെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളില്ലേ? 1971 ഇതേ കോൺഗ്രസ് ബേക്കാരി ഹട്ടാവോ ദേശ് ബച്ചാവോ, അതേ വർഷം പറഞ്ഞു ഗരീബി ഹട്ടാവോ ദേശ് ബച്ചാവോ. എവിടെയായിരുന്നു ബച്ചാവോ? വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഗരീബിയുടെയും ബച്ചാവോയുടെയും അവസ്ഥ. ജിൻഡോ ജോൺ 2011 നിങ്ങളിപ്പോൾ ബബ്ബ പഠിക്കുന്നുണ്ടല്ലോ, 2011 കോൺഗ്രസ് പ്രിന്റ് ചെയ്തടിച്ച 64 പേജുള്ള ഒരു പ്രകടന പത്രിക ഇപ്പോഴും പബ്ലിക് മീഡിയയിൽ ലഭ്യമാണ്. ഒന്ന് ജിൻഡോ ജോൺ വായിച്ചു നോക്കുമോ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോഴുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്? 600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ 18 മാസം ഡ്യൂ ആയിട്ട് ഇറങ്ങിപ്പോയ നിങ്ങൾ, KSRTC പൂട്ടാനായി എന്ന് പൊതുജന സമക്ഷം കരഞ്ഞു പറഞ്ഞ നിങ്ങൾ ഇന്ന് പറയുകയാണ് ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുമെന്ന്. ജിൻഡോ ജോൺ കുറേ അനുഭവങ്ങളില്ലേ? രാഹുൽ ഗാന്ധി ഇതേമാതിരി കുറേ മുദ്രാവാക്യങ്ങളും ജനങ്ങൾക്ക് പിന്തുണയും കൊടുത്തു. ഒറീസയിലെ ജനങ്ങൾ, ബീഹാറിലെ ജനങ്ങൾ, ഈ ജനങ്ങളൊക്കെ നിങ്ങൾ എവിടെയാ പുച്ഛിച്ച് തള്ളിയില്ലേ? ഇനി പറഞ്ഞെടുത്ത അവസ്ഥ എന്താ നോക്കൂ. ഹിമാചൽ പ്രദേശിൽ പറഞ്ഞു 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആക്കും. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമോ ജിൻഡോ ജോൺ? അത് നടപ്പിലായോ? സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ 23 ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ ഹിമാചൽ പ്രദേശിൽ പറഞ്ഞത്. ജിൻഡോ ജോൺ 100 ദിവസം കൊണ്ട് 800 ദിവസം കഴിഞ്ഞു. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമോ? 1 ലക്ഷം സർക്കാർ ജോലിയാണ് ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ പറഞ്ഞത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമോ? കർണാടക ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ, എന്താണ് അതിൻ്റെ ചിത്രം? ഞാൻ നിങ്ങളെ വീണ്ടും പറയാം. തെലങ്കാനയിൽ നിങ്ങൾ പറഞ്ഞു റൈത്ത് ബസോര, കർഷകർക്ക് ഏക്കറിന് 1500 ബോണസ്, നെൽകർഷകർക്ക് 500 രൂപ ബോണസ് കൊടുത്തോ ജോണേ? നിങ്ങൾ പറഞ്ഞു മഹാലക്ഷ്മി 23 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗ്യാസിന് 500 രൂപ സബ്സിഡി, 2500 രൂപ പ്രതിമാസം. ഒന്നതിൻ്റെ സ്റ്റാറ്റിക്സ് പറയുമോ എന്നോട്? യുവവികാസം വീണ്ടും പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചത് നിർത്ത്. അബ്ദുൽ കലാം തൗഹ ഈ തലീം, ഈ പദ്ധതി അറിയുമോ ജിൻഡോ ജോണിന്? നോക്കൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. നെറ്റിൽ പോയിട്ട് അസീം ഇന്ത്യ എന്ന് പറയുന്ന പിന്നോക്ക മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. അവര് പരിഹസിച്ചിടുന്നു ബ്യൂട്ടിഫുൾ സുന്ദരമായ വാഗ്ദാനങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തത്. ജിൻഡോ ജോൺ അറിയോ എന്തായിരുന്നു വാഗ്ദാനമെന്ന്? SLC പാസ്സായ ഒരു 10,000 രൂപ ഫ്രീ ന്യൂനപക്ഷങ്ങൾക്ക്, +2 കഴിഞ്ഞവൻ 15,000 ഫ്രീ, ബിരുദം കഴിഞ്ഞവൻ 25,000 ഫ്രീ, PG കഴിഞ്ഞവർക്ക് 1 ലക്ഷം ഫ്രീ, MPhilഉം PhDയും കഴിഞ്ഞവർക്ക് തെലങ്കാനയിൽ 100 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ ഫ്രീ. ഒരാൾക്ക് കിട്ടിയോ ജിൻഡോ ജോൺ? ഒരാൾക്ക് 100 ദിവസമാണ് ചോദിച്ചത്, 800 ദിവസം കഴിഞ്ഞു. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത രാജ്യത്തെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവരെ പൊള്ളയായ വാഗ്ദാനം നൽകി പറ്റിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ പലരും മൂലക്കിടിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണോ രാഹുൽ ഗാന്ധി വന്ന് ഈ വാഗ്ദാനം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ? ഞാൻ പറഞ്ഞു 2011 64 പേജുള്ള നിങ്ങളുടെ പ്രകടന പത്രിക, 1971 മുതൽ ഈ ജനങ്ങൾക്ക് നിങ്ങൾ നൽകിയ പ്രകടന പത്രിക, 2014 അധികാരം വിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ 2009 മൻമോഹൻ സിംഗ് നൽകിയ പ്രകടന പത്രിക ഒക്കെ ലൈവായിട്ട് ഇന്ന് ജിൻഡോ ജോൺ നമ്മുടെ പൊതു മീഡിയയിലുണ്ട്. ഇതൊക്കെ നൽകിയത് എവിടെയെങ്കിലും നിങ്ങൾ നടപ്പിലാക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കാം. ഒരു കത്ത് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ആര്യ, ഈ മാസം മാർച്ച് മാസം ആദ്യം MD ഓഫ് KSRTC അക്രം പാഷ സംസ്ഥാന ഗവൺമെന്റിന് അയച്ച ഒരു കത്തിലെ ഏതാനും വരികൾ മതി ജിൻഡോ ജോൺ.
എന്താണ് അദ്ദേഹം പറയുന്നത്? സംസ്ഥാനത്തോട് 5313.22 കോടി രൂപ അടിയന്തിരമായി അനുവദിക്കണം. കാരണം the corporation is facing severe financial crunch that include to cover the cost of incurred under Shakti Fair bus. അത് ഞാൻ നേരത്തെ ചോദിച്ചു. ഞാൻ ജിൻഡോയോട് ആ ചോദ്യം ചോദിച്ചു. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? തീർന്നില്ല. അല്ല, ആ പോയിന്റ് കർണാടക RTCയുടെ അത് ഞാൻ ചോദിച്ചു. ജിൻഡോയോട് ഞാനത് ചോദിച്ചു. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? പൊങ്കാലയുമായി ബന്ധപ്പെട്ട? അല്ല, ആ ഉത്തരം ഇല്ല. പൊങ്കാലയിലേക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പൊങ്കാലയില് കുടിവെള്ളം മുട്ടിക്കാൻ നോക്കി, അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് ലീവ് എടുപ്പിക്കാൻ നോക്കി, അതിന് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താൻ നോക്കി. പക്ഷെ നിങ്ങൾക്കറിയോ, തിരുവനന്തപുരത്തെ ജനത അവർ ആ കോർപ്പറേഷൻ ഒപ്പം നിന്നു. അതുകൊണ്ടല്ലേ മാതൃഭൂമിക്ക് ഒരു ഫോട്ടോ കിട്ടാത്തത്? എന്തുകൊണ്ടാ പോയിട്ട് ഇത്രയും മാതൃഭൂമി വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസും മാതൃഭൂമി പത്രവും വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസും മാതൃഭൂമി പത്രവും വാർത്ത കൊടുത്തിട്ടുണ്ട്. കാരണം സാധാരണ രീതിയിൽ ആദ്യത്തെ ദിവസം അതായത് പൊങ്കാല കഴിഞ്ഞ 3-3:30 ഇവിടെ നിന്ന് ആളുകൾ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അന്ന് രാത്രിയോടുകൂടി സിറ്റി ക്ലീൻ ആണ്, അനന്തപുരി ക്ലീൻ ആണ്. ഞാൻ ഇവിടെ 8 വർഷമായി ജീവിക്കുന്നു, താമസിക്കുന്നു, ജോലി ചെയ്യുന്നു, എനിക്കറിയില്ലേ, കണ്ടിട്ട്. പക്ഷെ ഇന്ന് അവിടെ ഇന്നത്തെ സ്ഥിതി അതല്ല. അത് എന്റെ മുമ്പിലുള്ള ബോധ്യമാണ്. അതിനെനിക്ക് CPM-നെ തോറ്റ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ ആവശ്യമില്ല. ക്ലീൻ അല്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ക്ലീൻ എടുക്കാൻ ഇനിയും ആവശ്യമില്ല. പിന്നെ അതിന്റെ ബേസിലല്ലോ ഞാൻ ആര്യോട് ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ ആര്യ. സോറ്റ CPM-നെ പ്രതിനിധിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെ പരാജയപ്പെടുത്തിയാണോ അധികാരത്തിൽ വന്നത്? അവരൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കത് ചോദിച്ചുകൂടെ? ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ CPM-നെ പരാജയപ്പെടുത്തിയാണ് BJP-യുടെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അപ്പോൾ അവരൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. ആ രാഷ്ട്രീയ ആരോപണത്തിന് എനിക്ക് മറുപടി തേടിക്കൂടെ? തീർച്ചയായിട്ടും ആര്യ, അതിന്റെ രാഷ്ട്രീയ ആരോപണമാണ്. അന്നേ ദിവസം പുലർച്ചെ 2:12 ഒന്നെടുത്ത് നോക്കൂ VV രാജേഷിന്റെ FB പോസ്റ്റ്. ഇതേ ആര്യക്ക് എന്താ അത് കാണാതെ പോയത്? അന്ന് രാത്രി തന്നെ ആ തിരുവനന്തപുരം നഗരം വൃത്തിയാക്കിയതിന്റെ, തന്റെ സഹപ്രവർത്തകരോടൊപ്പം ആക്കിയതിന്റെ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇല്ലേ? നിങ്ങൾ രണ്ടിനെയും രാഷ്ട്രീയമായി കണ്ടോളൂ. VV രാജേഷിന്റെ പോസ്റ്റിനെയും ഇതിനെയും കണ്ടോളൂ. പകരം മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറുടെ ഒരു എവിഡൻസ് ആയിട്ട് ആര്യ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വിശ്വാസമാകുമായിരുന്നു. തോറ്റ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ അധികാര നഷ്ടം, മനോവിഭ്രാന്തി തീർക്കാൻ, എന്തൊക്കെയോ കരഞ്ഞു തീർക്കാൻ ഇടുന്ന പോസ്റ്റുകൾ എടുത്ത് അത് ആധികാരികമെന്ന മട്ടിൽ നമ്മൾ പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പകരം കേരളത്തിലെ മാധ്യമങ്ങൾ അടങ്ങിയിരിക്കുമോ ആര്യ? BJP-യുടെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചാൽ? അല്ല, അടങ്ങിയിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ DYFI-യും CPM-ഉം ഇത് ക്ലീൻ ആക്കാൻ ഇറങ്ങുമെന്നത് A റഹീമും മുതലുള്ള നേതാക്കൾ ഇങ്ങോട്ട് പറയുകയാണ്. ആ പറയാനുള്ള അവസരം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. A റഹീമും കൂട്ടാളികളും കേരളത്തിലെ ആസ്പത്രിയും സ്കൂളും കേരളത്തിലെ ഖജനാവും ഒക്കെ നന്നാക്കാൻ പറ. റഹീമിന്റെയും പാർട്ടിയുടെയും അതൊക്കെ നമ്മൾ ഭംഗിയായി കാണുന്നില്ലേ? അതൊക്കെ ഒന്ന് നന്നാക്കിക്കോട്ടെ ഇവര്. കോർപ്പറേഷൻ ഏതായാലും ഭരിക്കാൻ BJP-യുടെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ BJP-ക്ക് ഒപ്പമാണ്. കൗണ്ടർ പ്രചരണം അവർ നടത്തും, ജനം പുച്ഛിച്ചു തള്ളും. ഒരു കാര്യം, ശ്രീ ജിൻഡോ ജോൺ, ക്ഷേമ പെൻഷൻ ഇന്നലത്തെ പ്രഖ്യാപനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ക്ഷേമ പെൻഷൻ നിലവിൽ 2000 രൂപയാണ്. ആ 2000 രൂപ 1000 രൂപ കൂട്ടി 3000 രൂപയാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ക്ഷേമ പെൻഷനിൽ നിങ്ങൾ നടത്തിയത്. ഇതിൽ 2019-ലും 2024-ലും കോൺഗ്രസ് ന്യായ് എന്ന് പറഞ്ഞൊരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ ന്യായിൽ ദരിദ്ര വിഭാഗങ്ങൾ, അതായത് രാജ്യത്തെ 20% വരുന്ന ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആ ന്യായിൽ. അതായത് പ്രതിവർഷം 72,000 എന്ന് പറയുമ്പോൾ ഓരോ മാസവും 6,000 രൂപ എന്ന പ്രഖ്യാപനം. അത് മറന്നോ? അത് വേണ്ടാന്ന് വെച്ചോ? അല്ല ആര്യ, നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും സ്ട്രാറ്റജി വ്യത്യസ്തമായിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും രാജ്യത്തെയും സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രകടന പത്രികയ്ക്ക് രൂപകൽപ്പന നൽകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ ഇവർ രണ്ടുപേരും കുറച്ച് വിമർശനങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഞാൻ മറുപടി പറയാം. ഒന്ന്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്, KSRTCയുടെ നഷ്ടമെന്ന് ഗോപം പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞു KSRTC ഇപ്പോൾ ലാഭത്തിലായി എന്ന്.
ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലാഭത്തിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായി നഷ്ടത്തിലല്ല. എനിക്കറിയില്ല, KB ഗണേഷ് കുമാർ നൽകുന്ന വിവരം അനുസരിച്ച് KSRTC നഷ്ടത്തിലല്ല. അതായത് വരവിനനുസരിച്ച് മാത്രമേ ചെലവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതായത് ലാഭത്തിലല്ല, പക്ഷെ നഷ്ടത്തിലല്ല. അതിനെ കൊണ്ടൊരു ദോഷമില്ല, ആർക്കും ശമ്പളം കൃത്യത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് KSRTCയെ മാറ്റാൻ കഴിഞ്ഞു. അപ്പൊ ബിസിനസ് ക്ലാസ് ഒക്കെ ഇറക്കാൻ പോകാന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നു. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ജിൻഡോ ജോൺ. ഈ നിങ്ങളുടെ ഇന്നലത്തെ ഇന്ദിരാ ഗ്യാരണ്ടി, ഈ 5 ഗ്യാരണ്ടി, അതിന്റെ ഇത് രൂപീകരിക്കാനുണ്ടായത് പാനലിലുണ്ടായിരുന്ന MP-മാരിൽ ഹൈബിയുടെ MP ഉണ്ട്, എറണാകുളം MP. ആ MP കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? ജിൻഡോ കേട്ടതല്ലേ? KSRTCയുടെ ഐശ്വര്യം അത് KB ഗണേഷ് കുമാർ ആണെന്നാണ് പറഞ്ഞത്. അല്ല ആര്യ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയുന്നത്, ആര്യ പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം ശരിയാണ്. കഴിഞ്ഞ 2026 ജനുവരി മാസത്തിൽ 13 കോടി രൂപ KSRTCക്ക് സർവ്വകാല റെക്കോർഡ് കളക്ഷൻ ഉണ്ട്. അതിലൊരു 12 ചില്ലാൻ കോടി രൂപയും ടിക്കറ്റ് കളക്ഷനാണ്. ഇത് ഏത് സമയത്താണ്? ശബരിമല മണ്ഡലകാല സീസണാണ്. അല്ലാതെ ഞാൻ പരിശോധിക്കുമ്പോൾ 1990-കൾ മുതൽ KSRTC നഷ്ടത്തിലാണ്. 90-കൾ മുതൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി മാത്രമല്ല ഭരിച്ചേ. ഇവിടെ നഹിനാർ ഉണ്ടായിരുന്നു, അതുപോലെ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, 10 വർഷക്കാലം തുടർച്ചയായിട്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അപ്പൊ 90-കൾ മുതൽ നഷ്ടത്തിന്റെ ഹിസ്റ്ററി പേരുന്ന KSRTCയിൽ 2022-23 കാലഘട്ടത്തിൽ മാത്രം 1490 കോടി രൂപ നഷ്ടമാണ്. തൊട്ടടുത്ത വർഷം 1314 കോടി രൂപ നഷ്ടമാണ്. തൊട്ടടുത്ത വർഷം 4000 കോടി രൂപ നഷ്ടമാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഏകദേശം 17000 കോടി രൂപ നഷ്ടമാണ്. അതിൽ 13000 കോടി രൂപ ഇപ്പൊ ഏകദേശം 17000 കോടി രൂപ നഷ്ടത്തിൽ നിൽക്കെ കടബാധ്യത ഉള്ളതിൽ 13000 കോടി രൂപയുടെ കടബാധ്യതയും വന്നിരിക്കുന്നത് LDF സർക്കാരിന്റെ 10 വർഷക്കാലമാണ്. ഇവർ രേഖകൾ വെച്ചിട്ട് എന്നെ ഡിഫെൻഡ് ചെയ്തോട്ടെ, എന്നെ എതിർത്ത് പറഞ്ഞോട്ടെ. അപ്പൊ ഇനി ഞാൻ പറയട്ടെ, ഇനി ഞങ്ങളുടെ മുന്നിൽ KSRTC ലാഭത്തിലാക്കുന്നത് മാത്രമല്ല, ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കുമെന്നുള്ളത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു ഞങ്ങളുടെ കാര്യമല്ലേ? അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയല്ലേ? അത് എങ്ങനെ നടപ്പാക്കുമെന്ന് ഇവർക്ക് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? 10 വർഷക്കാലമായിട്ട് ഇവർ ഞങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങളുടെ ആക്ഷേപം കേട്ടിട്ടില്ല, ഇവർ ഞങ്ങളെ കേൾക്കിട്ടില്ല, കേരളത്തിലെ ജനങ്ങളുടെ സങ്കടം കേട്ടിട്ടില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് ഇവർക്ക് ഞങ്ങൾ എന്തിനാ അത് പറഞ്ഞു കൊടുക്കണേ? ഞങ്ങൾ ഞങ്ങളുടെ പഠനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ട് ഈ 10 വർഷക്കാലം കൊണ്ട് 13000 കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് തള്ളിവിട്ട ടോട്ടൽ 17000 കോടി രൂപയുടെ ബാധ്യതയുള്ള KSRTC രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയ കാര്യം ഗോവൻ പറയുന്നുണ്ട്. 2024 ഫെബ്രുവരി മാസത്തിൽ കേരള ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഒരു കാര്യമുണ്ട്. 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്, അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. CAG റിപ്പോർട്ടിൽ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 63 കടിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് CAG റിപ്പോർട്ടുണ്ട്. അപ്പൊ ഗോപൻ ഇതെല്ലാം എന്നോട് പറയുമ്പോൾ ഇത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. കേരളത്തിലെ സർക്കാർ ഡാറ്റകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏകദേശം 4065 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നഷ്ടമുണ്ട്. നിങ്ങൾ ലാഭത്തിലാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇനി അതവിടെ നിന്നോട്ടെ. താങ്കൾ സൂചിപ്പിച്ച കാര്യം എന്താ? ഈ ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. ക്ഷേമ പെൻഷൻ ഞങ്ങൾ 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നത് 2500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 10 വർഷക്കാലമായി പറ്റിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആയുധമാണ്. ഞങ്ങൾ 3000 രൂപ കൊടുത്തിരിക്കും. അത് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ കേവലം പ്രഖ്യാപനം മാത്രം നടത്തുന്നതുകൊണ്ടല്ല. ഞങ്ങൾക്ക് കേരളത്തിലെ സാമ്പത്തിക ആസൂത്രണ സംവിധാനത്തിൽ കൃത്യമായി പഠനങ്ങൾ ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ടൂറിസം മേഖലയിലൂടെ, അതുപോലെ IT വ്യവസായത്തിലൂടെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ, പുതിയ ആളുകളെ ആകർഷിക്കുന്നതിലൂടെ, സംരംഭങ്ങൾ ആകർഷിച്ച് തൊഴിൽ സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത നേടിക്കൊണ്ടാണ് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുക. അല്ലാതെ മദ്യത്തിന്റെ വില കൂട്ടുക, 90 രൂപയുടെ മദ്യം 1000 രൂപയ്ക്ക് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചുകൊണ്ടോ മാത്രം നടക്കാൻ പറ്റുമോ? ഇവിടെ മന്ത്രിമാർക്ക് സൗജന്യ യാത്ര നടത്താമെങ്കിൽ, MLA-മാർക്കും MP-മാർക്കും സൗജന്യ യാത്ര നടത്താമെങ്കിൽ, കേരളത്തിലെ സാധാരണക്കാർക്കും അത് അർഹതപ്പെട്ടതാണ്. മന്ത്രിമാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും സാധാരണക്കാർക്ക് ഒരുക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിന് ഞങ്ങൾക്ക് അവസരം കിട്ടട്ടെ. ഞങ്ങൾ ആ അവസരം കിട്ടുമ്പോൾ ഞങ്ങളത് കൃത്യമായിട്ട് വിനിയോഗിക്കും. ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവർ ആശങ്കപ്പെടുന്നത് എന്തിനാ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന 3000 രൂപയ്ക്ക് മേലെയുള്ള ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ ഇവർക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ ആളുകൾ ഇവരോട് ചോദിക്കും, നിങ്ങൾ പണ്ട് പ്രഖ്യാപിച്ച 2500 നിങ്ങൾക്ക് നൽകാൻ പറ്റിയോ? നൽകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, 64 ലക്ഷത്തോളം മനുഷ്യരോട് കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് 900 രൂപ വെച്ച് കടപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത്. ഈ സർക്കാർ ഇനി എവിടെ നിർത്താൻ കൊടുക്കുക? സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചവല്ലോ? ഒന്നുമില്ലല്ലോ. വിജ്ഞാനോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചവല്ലോ? ഒന്നുമില്ലല്ലോ. ലോക സമാധാനത്തിന് 2 കോടി രൂപ മാറ്റി വെച്ചല്ലോ? എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് പറ്റാത്തത്? അവിടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയുടെ കുറ്റം കണ്ടെത്താതെ നിങ്ങൾക്ക് ഈ 10 വർഷം കിട്ടിയിട്ടും എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ കാരണമല്ലേ പരിശോധിക്കേണ്ടത്? അതല്ലേ CPM പരിശോധിക്കേണ്ടത്? ശരി, ശ്രീ PK ഗോപൻ അതിനുള്ള മറുപടി. ശ്രീമതി ആര്യ, 19 മിനിറ്റാണ് കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ചത്. എനിക്ക് അങ്ങ് തന്നത് 3 മിനിറ്റാണ്. ഒരു KSRTCയുടെ 2 കാര്യം പറഞ്ഞപ്പോഴേ അടുത്തതിലേക്ക് ഞാൻ കടക്കാൻ സമ്മതിക്കാതെ ചർച്ച കൊണ്ടുപോവുകയാണ് ചെയ്തത്.
അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ അവർ കേരളം ഭരിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് 90-ന് ശേഷം KSRTCക്ക് ഉണ്ടായ നഷ്ടമാണ്. അങ്ങനെ 35 കൊല്ലത്തിന് ശേഷം ആദ്യമായി നഷ്ടവും ലാഭവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് KSRTC എത്തിച്ചിട്ടുണ്ട്. ചവറ KMML 230 കോടി രൂപ ലാഭത്തിലേക്ക് എത്തി. ചവറ KMML സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ അന്ന് വ്യവസായ വകുപ്പ് ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് ടെൻഡർ ക്ഷണിച്ചിരുന്ന അന്ന് കൂടെ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ഇന്ന് 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയും അതിൻ്റെ ലാഭവിഹിതം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിന് നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരിക്കുകയും ഇവർ നേരത്തെ കേരളത്തിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നു എന്നുള്ള തെളിവ് മാത്രമല്ല, നിലവിൽ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാൻ കഴിയാതെ വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ മണ്ടത്തരങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ശ്രീ VD സതീശന് ഒരു കുറ്റപ്പേര് വരാനുള്ള കാരണം പോലും അതാണ്. കാരണം കേരളത്തിൻ്റെ കടം പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് 3.25 ലക്ഷം കോടിക്ക് താഴെയാണ്. അത് യഥാർത്ഥത്തിൽ 5 വർഷം കൂടുമ്പോൾ ഇരട്ടിക്കുന്ന കടം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇരട്ടിച്ചിട്ടില്ല. കടം കുറഞ്ഞാണ് വരുന്നത്. ഇന്ത്യയിലെ കടമുള്ള ആനുപാതികമായി ഈ GDPയുടെ അനുസരിച്ച് കടമുള്ള സ്റ്റേറ്റുകളിൽ 12 സ്റ്റേറ്റുകൾ കഴിഞ്ഞേ കേരളമുള്ളൂ. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് കൂടി കഴിഞ്ഞേ കേരളം വരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കേരളത്തിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്നു. അതിന് അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കണക്ക് 6.5 ലക്ഷം കോടി കടമെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. കേരളത്തിൻ്റെ കടം അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. മാത്രമല്ല 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുന്ന കിഫ്ബിയുടെ 1 പൈസ കുടിശ്ശികയില്ല. അതിൻ്റെ മാസം നമ്മുടെ വാഹനങ്ങളുടെ ടാക്സിൻ്റെ 50% ഷെയർ കിഫ്ബിയിലേക്ക് അടഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് 10,000 നിവാസികൾ മാത്രം ജീവിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് 1 കിലോമീറ്ററിലധികം നീളമുള്ള ലോകാത്ഭുതങ്ങളിലൊന്നായ പാലം നിർമ്മിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അദ്ദേഹം പറയുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കാൻ 32 ലക്ഷത്തിൽ താഴെ മാത്രമുള്ള ആളുകളുടെ പെൻഷനാണ് 600 രൂപ, 45 രൂപ EK നായനാർ, 120 വീണ്ടും വന്നപ്പോൾ, VS വന്നപ്പോൾ 500. ഈ 2000 രൂപയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ ഷെയർ വെറും 100 രൂപ. ആ 100 രൂപ അദ്ദേഹം ഇവിടെ 3000 പെൻഷനാണല്ലോ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച പെൻഷൻ അത്ര തരുമോ സാർ? 6000 ആണ്. നിങ്ങൾ പറഞ്ഞു സെർച്ച് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വരാൻ വേണ്ടി പ്രഖ്യാപിച്ച പെൻഷൻ 6000. ആ 6000 5 വർഷം കഴിഞ്ഞപ്പോൾ 3000 ആയിട്ട് ചുരുങ്ങി. ഇത് ഇവിടെ കേരളത്തിൽ ഈ 600 രൂപ പെൻഷൻ ഉമ്മൻചാണ്ടി സാർ ഏർപ്പെടുത്തിയിട്ട് 18 മാസത്തെ കുടിശ്ശികയുണ്ടെന്നുള്ളത് നിയമസഭാ ചോദ്യോത്തരമെടുത്ത് പരിശോധിച്ചാൽ മതി. അത് 400 മുതൽ 1500 രൂപ വരെ പെൻഷൻ വാങ്ങിക്കുന്നതിനകത്താണ് ഈ കുടിശ്ശിക വന്നത്. കാരണം 3 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് UDF കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നത് എന്നാണ്. അതായത് 2016 LDF സർക്കാർ അധികാരമേറ്റ സമയത്ത് UDF അല്ല, അതിന്റെ നിയമസഭ PK ബഷീർ ചോദിച്ച ചോദ്യം, ശ്രീമതി ആര്യ ഇതെന്റെ സമയമാണല്ലോ, അദ്ദേഹം ഇടപെടണ്ട. ഇപ്പം PK ബഷീർ ചോദിച്ച ചോദ്യം, ശിവൻകുട്ടി ചോദിച്ച ചോദ്യം, സ്വരാജ് ചോദിച്ച ചോദ്യം, അല്ല പറയട്ടെ, ഈ ചോദ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഡിസംബർ മാസത്തിൽ, അതായത് പിന്നെ 2016 ഡിസംബർ മാസത്തിൽ ചോദിച്ച ചോദ്യത്തിന് 1580 കോടി രൂപ പെൻഷൻ കുടിശ്ശിക. പിന്നീട് 5 മാസം കൂടി സർക്കാരുണ്ട്, 3-4 മാസം കൂടി സർക്കാരുണ്ട്. ആ കുടിശ്ശിക വന്നപ്പോൾ 18,000 കോടി മാത്രമല്ല, അതെ 18 മാസത്തെ കുടിശ്ശിക മാത്രമല്ല, അതിനുശേഷം LDF ഗവൺമെൻറ് വന്നിട്ട് ആ കുടിശ്ശിക തീർത്തു കൊടുത്തതിൻ്റെ ചോദ്യോത്തരങ്ങളും അസംബ്ലി ഡൊമൈൻ രേഖയ്ക്കകത്ത് കിടക്കുകയാണ്. അപ്പോൾ 600 രൂപ പെൻഷൻ കൊടുക്കാൻ കുടിശ്ശിക വരുത്തിയ ആളുകളാണ്. അത് വീണ്ടും പിണറായി സർക്കാരിൻ്റെ തലയിൽ വെച്ച് കൊടുക്കേണ്ടി വന്നവരാണ്. ഇപ്പോൾ അത് ക്രമേണ കൂട്ടി 2000 രൂപയിലെത്തി. ഈ 2000 അല്ല, ഞങ്ങളത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് പകുതിയെങ്കിലും തന്നാൽ, കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുകയുടെ പകുതിയെങ്കിലും തന്നാൽ പെൻഷൻ 3000-ഓ അതിലേറെയോ വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ പെൻഷൻ, ഈ വിഹിതം കേന്ദ്ര സർക്കാർ ഇവിടെ തരുന്നതിന് വേണ്ടി 19 MPമാർ 10 മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ പാർലമെന്റ് മെമ്പറായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടോ? ശ്രീമതി ഇപ്പോൾ പാർലമെന്റ് മെമ്പറായ പ്രിയങ്ക ഗാന്ധി അതിൽ ഇടപെടുന്നുണ്ടോ? അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഏത് പാർട്ടിയെ ഭരിച്ചോട്ടെ, കേന്ദ്രം അക്കാര്യത്തിൽ പൈസ തരാതിരിക്കുമ്പോൾ
അതിൽ ഇടപെടുന്നുണ്ടോ? അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് ഒരു കാരണവശാലും പ്രായോഗികമല്ലാത്തതും. ഇനി ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, കർണാടകത്തിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുകയാണല്ലോ. ഹിമാചലിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? തെലങ്കാനയിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? ആ സ്റ്റേറ്റുകളിലൊന്നും കൊടുക്കാൻ കഴിയാത്ത പെൻഷൻ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ കൊടുക്കുന്നേ? അപ്പോൾ ചോദിക്കും പറയുക അത് ഞങ്ങൾ തട്ടേ കാണിച്ചോളാം. നാടക റിഹേഴ്സൽ അടക്കുമ്പോൾ അഭിനയിക്കാൻ പറയുമ്പോൾ പറയുമല്ലോ അത് ഞങ്ങൾക്ക് വേദി കാണിച്ചോളാം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. കാശ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയേണ്ടത്. ദാ LDFന്റെ പ്രകടനപത്രിക വരാൻ പോവുക. LDF നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പണം എവിടുന്ന് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു 2016 വരുമ്പോൾ പറഞ്ഞു കിഫ്ബി വിപുലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പണം ഉണ്ടാക്കും. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അതാണ് ഞങ്ങൾക്ക് ഇത്രയും വികസനം നടപ്പിലാക്കാൻ പറ്റിയത്. കോൺഗ്രസിന്റെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ അസംബ്ലി സീറ്റിലും 7 കോടി രൂപ വെച്ച് കൊടുത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി, VD സതീശനും കിട്ടി, സണ്ണി വക്കീലിനും കിട്ടി, എല്ലാവർക്കും കൊടുത്തു. അതെന്തുകൊണ്ടാണ്? അവരുടെ ആകെ മണ്ഡലങ്ങളിൽ അവർക്ക് നല്ലതുപോലെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ കഴിയുന്നത് ഈ വികസന പ്രവർത്തനം കൊണ്ടാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, പെൻഷൻ മാത്രമാണോ? നിങ്ങൾ ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതി, നിങ്ങൾ പറയുന്ന പിന്നെ ബാക്കിയുള്ള 5 കാര്യങ്ങൾ, ഈ 5 കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തൊരു ഓഫറാണല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് ദുരിതാശ്വാസ നിധി കൊടുക്കണ്ട, എവിടെ ചൂരൽമലയിൽ പൈസ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണ്ട. അത് പ്രതിപക്ഷത്തിന് തന്നാൽ മതി, ജനങ്ങൾ ഗവൺമെന്റിന് പണം കൊടുക്കണ്ട. അങ്ങനെ കുറച്ചുപേരെ നിങ്ങൾ വഞ്ചിച്ചല്ലോ, നിങ്ങൾ പൈസ പിരിച്ചല്ലോ. ഈ ചർച്ച തീരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, പിരിച്ച തുക എത്രയാണെന്ന് പറയാവോ? ആപ്പ് എവിടെ പോയെന്ന് പറയാവോ? നിങ്ങൾ അതിനുശേഷം 300 വീട് പറഞ്ഞല്ലോ. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫ ബോട്ടിന്റെ കണക്ക് പറഞ്ഞതുപോലെ, ബാക്കി 1 ലക്ഷം രൂപ എപ്പോൾ തരുമെന്ന് ചോദിച്ച പോലെ 300 വീടിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു വീട് കൊടുക്കാവോ? പാതി ദേശം ചോദിച്ചു ദുര്യോധനോട്, ഞാനത് പറഞ്ഞോട്ടെ. ഒരു വീട് ചോദിച്ചോ? അല്ല, ഒരു വീട് ചോദിച്ചു. ഒരു വീടിന്റെ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് നിങ്ങൾക്ക് നടത്താവോ വയനാട്ടിൽ? പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസം കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. നിങ്ങൾ നടപ്പിലാക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് സർക്കാർ വന്ന ചെയ്യുക? ശരി ശ്രീ TP ജയചന്ദ്രൻ, പ്രധാനമന്ത്രി ഇതാ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. 4 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം നാട്? BJPയുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്തായിരിക്കും? ആര്യ, ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമിക്ക് അതിന്റെ ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും അത് പ്രഖ്യാപിക്കാനും അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റങ്ങൾ കേരളത്തിന് ഇപ്പോൾ ഓൾറെഡി തന്നെ ഇല്ലേ? നോക്കൂ, കേരളത്തിലെ വന്ദേ ഭാരത്, കേരളത്തിലെ അമൃത് ഭാരത്, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഏതാണ്ട് വിമാനത്താവളം നിർമ്മിക്കുന്ന മുന്നേറ്റം, കിസാൻ സമ്മാൻ നിധി, കാർഷിക മുന്നേറ്റം, കഴിഞ്ഞ ബജറ്റിൽ ആകെ കടലാമ പരിചരണത്തിന് മാത്രമേ കേട്ടുള്ളൂ കേരളത്തിന്റെ പേര്. നമ്മൾ പ്രതീക്ഷ പലതും ഉണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് എയിംസ് ആയിരുന്നു, അതുണ്ടായില്ല. ആ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ ഇത്തവണ? ആര്യ ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? എയിംസ് അനുവദിക്കണമെങ്കിൽ അതിന് സ്ഥലം കൊടുക്കണ്ടേ? എത്ര ഏക്കർ സ്ഥലം വേണം? കേരള ഗവൺമെന്റ് എവിടെയാണ് ആര്യ ഇതിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്? കോഴിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് കോഴിക്കോട്ടെ കിനാലൂർ എസ്റ്റേറ്റ് ആണോ? അതെ. 160 ഏക്കർ സ്ഥലത്ത് എയിംസ് വരുമെന്ന് ഏത് മാധ്യമ പാഠശാലയിലാണ് ആര്യ നിങ്ങൾ പഠിച്ചത്? എത്ര ഏക്കർ ഭൂമി വേണം? ആ ഭൂമി ഏറ്റെടുത്ത് കേരളം കൊടുത്തിട്ടുണ്ടോ? അല്ല, ആ ഭൂമി അവിടെ കിനാലൂരിൽ, ആ സ്ഥലം ഞാൻ നേരിട്ട് പോയി കണ്ട സ്ഥലമാണ്. അവിടെ ഭൂമി ഏറ്റെടുത്ത കാര്യവും അത് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ കൃത്യമായി രേഖാമൂലമായി അറിയിച്ചിട്ടുണ്ട്. ആ ഭൂമി അത് അവിടെ എയിംസ് വരില്ല എന്ന് തിരിച്ച് കേന്ദ്ര സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമി അനുയോജ്യമല്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് മറ്റേതെങ്കിലും ഭൂമി കണ്ടെത്തി നൽകണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല ആര്യ എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? കോപം കൊണ്ടായിരിക്കും. മാധ്യമ പ്രവർത്തകയാണോ എന്ന് ചോദിച്ചു. അനുവദിക്കാൻ എന്റെ ചോദ്യം സിമ്പിളാണ് ആര്യ, എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എയിംസ് അനുവദിക്കാൻ എത്ര ഏക്കർ ഭൂമി വേണം? ആര്യയോട് എന്റെ ചോദ്യം ഡയറക്റ്റാണ്. എത്ര ഏക്കർ ഭൂമി വേണം എയിംസ് അനുവദിക്കാൻ? ഞാൻ ജീവിക്കുന്ന കോഴിക്കോട്ടെ കിനാലൂർ എസ്റ്റേറ്റിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ എത്ര ഭൂമിയുണ്ട്? ഒന്ന് ആര്യ ഉത്തരം പറയോ?
അവിടെ 180 ഏക്കറിനടുത്ത് ഭൂമിയുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പോരെങ്കിൽ അവിടെ തന്നെ മറ്റ് അറേഞ്ച്മെന്റ് നടത്താമെന്നും. എത്ര ഏക്കർ ഭൂമി വേണം എയിംസിന് എത്ര ഏക്കർ ഭൂമി വേണം? എത്ര ഏക്കർ ഭൂമി വേണം? കേരളം കൊടുത്താൽ ആര്യയ്ക്ക് ഉറപ്പ് നൽകാം. അത് കേരളം ഏറ്റെടുത്ത് കൊടുത്താൽ ആ നിമിഷം കേരളത്തിന് എയിംസ്. എനിക്ക് മനസ്സിലാവാന്നൊരു ചോദിക്കുകയാണ്. ഇപ്പം കോഴിക്കോടാണല്ലോ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലം. അവിടെ സ്ഥലം കണ്ടെത്തിയെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ആ സ്ഥലം പറ്റില്ല, അനുയോജ്യമല്ല എന്ന് തിരിച്ച് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ അറിയിച്ചാൽ മാത്രമല്ലേ മറ്റേതെങ്കിലും സ്ഥലം വേണം. ഇപ്പോൾ ആലപ്പുഴയിലാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്ക് താല്പര്യമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നില്ല. എന്റെ ചോദ്യം കേന്ദ്ര സർക്കാർ അറിയിച്ചോ? ജയചന്ദ്രൻ മാഷ് പറയുന്ന ഇക്കാര്യം സെൻട്രൽ ഗവൺമെന്റ് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഈ അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ ഇവിടെ മനസ്സിലാവുന്നില്ല. അല്ല, ഡോക്ടറേറ്റ് കിട്ടിയ ഒരാള് സാർ കളവ്. ഗോപൻ സാറേ, ഇത് നിങ്ങളെപ്പോലെ പല ജില്ലകൾ മാറ്റി പറയുന്നത് അതിലായിരുന്നു നമ്മൾ ഡോക്ടറേറ്റ്. ഞാൻ പറയട്ടെ ഒന്ന് അല്ല, നമ്മൾ തമ്മിൽ നിങ്ങൾ അവസരം വരുമ്പോ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകാം. വ്യക്തിപരമായിട്ട് എയിംസിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അല്ല സർ, നിങ്ങളുടെ ഒരു MP ഇല്ലേ, അയാൾ ചോദ്യം ചോദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കാണാൻ പോവാറുണ്ടല്ലോ. അല്ല സർ, ഗോപൻ സാറി, നിങ്ങൾ ഡോക്ടറല്ലേ, ക്ഷമ കാണിക്കും. അപ്പോഴൊന്നും ഈ മറുപടി പറഞ്ഞിട്ടില്ല സാർ. നിങ്ങൾക്ക് സ്ഥലം എടുത്തതിൽ കുറവാണ്, കൂട്ടിയെടുത്ത് തന്നാൽ എയിംസ് തരാമെന്ന് ഒരു ഡോക്യുമെന്റ് അങ്ങേക്ക് കാണിക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങേക്ക് കാണിക്കാവോ? നിങ്ങൾ എടുത്ത സ്ഥലം കുറവാണ്, ബാക്കി സ്ഥലം എടുത്ത് തന്നാൽ എയിംസ് തരാമെന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡോക്യുമെന്റ്. എന്നിട്ട് സാർ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തി ഞങ്ങളെ. ഗോപൻ സാർ, നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ പല ജില്ലകൾ പറയുന്നതിന്റെ കാരണം അതാ. കോഴിക്കോട് എടുത്ത സ്ഥലം പോരാന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെന്റ് കാണിക്കും. മിസ്റ്റർ ഗോപൻ ഒന്ന് ക്ഷമ കാണിക്കും. ഗോപൻ ഒരു സംവാദത്തിൽ, ഗോപൻ സാർ ഒരു സംവാദത്തിലെ മര്യാദ കാണിക്കും. നിങ്ങൾ വിവരക്കേട് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. ഞാനിത് എന്റെ അവസരം ചോദ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ അങ്ങ് എന്ത് കടുത്ത വാക്കുകൾ കേരളം ആ വാക്കൊന്നും തിരിച്ച് ഞാൻ പറയുന്നില്ല. അയ്യോ സാർ, എന്റെ അവസരല്ലേ ഒന്ന് കേൾക്ക്. 12ാം സ്ഥാനത്താണോ കേരളം? 9ാം സ്ഥാനത്താണ് മിസ്റ്റർ കേരളം. ലിസ്റ്റ് വായിക്കണോ ഞാൻ? തമിഴ്നാട്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, കർണാടക, രാജസ്ഥാൻ, ആന്ധ്ര, ഗുജറാത്ത്. 9ാം സ്ഥാനത്ത് കേരളം. കേട്ടോ, നിക്ക് ആയിട്ടില്ല ഗോപൻ സാർ, ആയിട്ടില്ല. കേരളത്തെക്കാൾ വൻ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. ആളോഹരി കടത്തിൽ കേരളം ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത്. കേൾക്കണോ ഗോപൻ സാർക്ക്? ഞാൻ നിങ്ങൾ വിവരക്കേട് പറഞ്ഞു പഞ്ചാബിൽ 1.6 ഉത്തരം പറഞ്ഞിട്ട് അല്ല, നിങ്ങൾ ഞാൻ പറയാമേ. കേരള ഗവൺമെന്റിന് മാത്രമല്ല, ഞാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയ നോട്ടിഫിക്കേഷൻ ജയചന്ദ്രൻ 2024 കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ച ഒരു കത്തിന്റെ ചില വാചകങ്ങൾ മാത്രം ഞാനൊന്ന് താങ്കൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. I have had the matter examined and would like to inform you that for establishment of AIIMS in Kerala under Pradhan Mantri Swasthya Suraksha Yojana, Ministry of Finance, Government of India was requested to convey its in principle approval and it has been advised to include the same in the next phase of PMSSY. അതായത് കേരളം കണ്ടെത്തി കൊടുത്ത ഭൂമിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇൻ പ്രിൻസിപ്പിൾ ആണ്. അടുത്ത വർഷം അടുത്ത ഘട്ടത്തിൽ അത് പരിഗണിക്കാമെന്നുള്ള ഇതാണ്. പിന്നെ എന്താണ് പ്രശ്നം കോഴിക്കോട്ടെ ഭൂമിക്ക്? താങ്കൾ പറയൂ. ആര്യ വികാരം കൊള്ളല. ഇൻ പ്രിൻസിപ്പിൾ എന്നതിന്റെ മലയാളം എന്താ ആര്യ? ഇൻ പ്രിൻസിപ്പിളിന്റെ മലയാളം എന്താണ് സാർ? താങ്കൾ പറയൂ. തത്വത്തിൽ അംഗീകരിക്കുന്നു. തത്വത്തിൽ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ആ ഭൂമി ഓക്കെ ആണെന്നാണോ? ആ ഭൂമി ഓക്കെ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കുമോ? എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ആ ഭൂമി ഓക്കെ അല്ലെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കുമോ? ഇൻ പ്രിൻസിപ്പിൾ താങ്കൾ തന്നെ പറഞ്ഞു തത്വത്തിൽ അംഗീകരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. എന്ത് ബ്രാഞ്ച് സെക്രട്ടറി? നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ കേരളത്തിൽ, എനിക്ക് അതിൽ ബ്രാഞ്ച് സെക്രട്ടറി ഇല്ല. കേന്ദ്ര സർക്കാർ 2024 അയച്ച കത്താണ് ഞാൻ വായിച്ചത്. 24 കഴിഞ്ഞ് 25 കഴിഞ്ഞത് 26 അല്ലെ? ആ ഭൂമിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ആ ഭൂമിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് താങ്കളാണ്. താങ്കൾ പറഞ്ഞു ആ ഭൂമിക്ക് പ്രശ്നമുണ്ടെന്ന്. കേന്ദ്ര സർക്കാർ അയച്ച കത്ത് ഞാൻ വായിച്ചു. തത്വത്തിൽ അംഗീകരിച്ചു എന്ന് പറയുന്നത് താങ്കളാണ്. അപ്പോൾ എന്താണ് ആ ഭൂമിക്ക് പ്രശ്നം? കിനാലൂരിലെ ഭൂമിക്ക് പ്രശ്നം എന്താണ്? ആര്യ ഒരു കാര്യം ചെയ്യേ,
കോഴിക്കോട്ടെ മാതൃഭൂമിയുടെ ക്യാമറാമാനെയും എന്നെയും കൂടെ ഒന്ന് അവിടത്തേക്ക് അയച്ചാൽ ഞാൻ കാണിച്ചു തരാം ആര്യ ഇതിനാവശ്യമായ ഭൂമിയുടെ അവിടെ മഞ്ഞക്കല്ലിട്ടിട്ടുണ്ട്. ഗവൺമെന്റ് അത് ഇനിയും ഏറ്റെടുത്ത് ഗവൺമെന്റിന്റെ രേഖകൾ കേന്ദ്ര ഗവൺമെന്റ് കൈമാറിയിട്ടില്ല. അത് കൈമാറുന്ന മുറയ്ക്ക് തത്വത്തിൽ അംഗീകരിച്ചത് പരിഗണിച്ച് കേരളത്തിന് കൊടുക്കും. ആര്യക്ക് എന്താ സംശയമുണ്ടോ? നിങ്ങളുടെ മാതൃഭൂമിയുടെ ക്യാമറാമാനെയും റിപ്പോർട്ടറെയും എൻ്റെ കൂടെ കിനാരൂരിലേക്ക് അയക്കാമോ? ഞാൻ കിനാരൂരിലെ ഭൂമി ഏറ്റെടുത്ത കർഷകർക്ക് പണയം വെക്കാൻ പറ്റില്ല. പണം കിട്ടിയിട്ടില്ല, അതിന് തുക കിട്ടിയിട്ടില്ല, ആധാരം കൈമാറിയിട്ടില്ല. അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. വിടുമോ നിങ്ങൾ എൻ്റെ മാതൃഭൂമിയുടെ ലേഖകൻ എൻ്റെ കൂടെ? താങ്കൾ എന്നോട് ചോദിച്ചു, താങ്കൾ എന്നോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എയിംസിന് എത്ര ഭൂമി വേണമെന്ന്. 150 മുതൽ 200 ഏക്കർ ഭൂമിയാണ് വേണ്ടത്. 151 ഏക്കർ കോഴിക്കോട് കിനാലൂരിൽ കണ്ടെത്തിയിട്ടുണ്ട്. അധിക ഭൂമി വേണമെങ്കിൽ കണ്ടെത്തി നൽകാമെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫീസിബിലിറ്റി റിപ്പോർട്ട് പറയൂ പ്ലീസ്. ആര്യയോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ലേഖകനെയും ക്യാമറാമാനെയും എൻ്റെ കൂടെ വിടുക. അവിടെയുള്ള CPM-കാരൊപ്പം നിന്ന് ഞാൻ തെളിയിച്ചു തരാം. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും പറയുന്നു അത് ഏറ്റെടുത്ത് അതിന്റെ രേഖയും ഭൂമിയും കൈമാറൂ. ശരി ശ്രീ ജിൻഡോ, 1 മിനിറ്റിൽ താങ്കൾക്ക് നേരത്തെ പറയാൻ ഉണ്ടായിരുന്ന മറുപടി. 1 മിനിറ്റ് എനിക്ക് അധികമാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയും. ഇവിടെ ഒരുപാട് കാര്യം പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല. ലോകാത്ഭുതമാണ് പെരുമ്പളം പാലം എന്നൊക്കെ പറയുമ്പോൾ അത് VS അച്യുതാനന്ദൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. പല സർക്കാരുകളുടെ തുടർച്ചയാണ്. ഇത് ലോകാത്ഭുതം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് ലോകാത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫ്ലൈറ്റിൽ വെച്ച കത്രിക ആരുടെ കാലത്താണ് കണ്ടുപിടിക്കാൻ പറ്റാതെ പാലം പണിത് കഴിയുമ്പോൾ അത് നേട്ടമാണെന്ന് പറയുന്നത്. അത് നേട്ടമാണ്, സത്യം സമ്മതിച്ചു. അങ്ങനെയാണ് ഈ തോട്ടിപ്പോയ കുളിമാട് പാലം നിങ്ങളുടെ കോട്ടമാണെന്നും കൂടി സമ്മതിക്കണം. പിന്നെ 18 മാസക്കാലം ക്ഷേമ പെൻഷൻ പെൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ തോമസ് ഐസക്ക് M സ്വരാജിന് കൊടുത്ത ചോദ്യം നമ്പർ 372, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 372 ഒന്ന് എടുത്ത് വായിച്ചാൽ മതി ഗോപൻ. അപ്പോൾ അത് മനസ്സിലാവും. താങ്കൾ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാട് റീബിൽഡിംഗ് പ്രോജക്റ്റിലേക്ക് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി കിട്ടിയപ്പോൾ അതിൽ 773 കോടിയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ 21 MLA-മാരുടെയും 14 MP-മാരുടെയും ഷെയർ കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് താങ്കൾ തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. താങ്കൾ കള്ളം പറയരുത്. ഇനി കോൺഗ്രസ്സുകാരുൾപ്പെടെ, ലീഗുകാരുൾപ്പെടെ, BJP-കാരുൾപ്പെടെ, കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ, ഈ പാർട്ടി ഒന്നും ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെയുള്ള സകല മലയാളികളുടെയും ലോക മലയാളികളുടെയും സംഭാവന കൊണ്ടാണ് 773 കോടി രൂപ കിട്ടിയത്. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബക്കറ്റ് വിരിവെടുത്ത് കിട്ടിയതല്ല. നിങ്ങൾ ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് അതിൽ നിന്ന് അടിച്ചു എന്നാ പറഞ്ഞേ വയനാട് ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്ന്. അപ്പൊ നിങ്ങൾ അതൊന്നും പറയണ്ട. കോൺഗ്രസ് എത്ര വീട് പണിതു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് 10.5 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാൻ പോകും. ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു ചോദ്യം, നിങ്ങളുടെ MLA-മാരും MP-മാരും കൊടുത്ത തുക താങ്കൾ പറഞ്ഞ പേയ്മെന്റ് ഇല്ലല്ലോ. താങ്കൾ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, ആളുകൾക്ക് കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തു അവിടെ സ്ഥലം ഏറ്റെടുത്ത് പണികൾ തുടങ്ങി. സർക്കാരിന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ പറ്റില്ല. ഒന്നും പണിയാൻ പറ്റില്ല. ആര്യ ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയും. എനിക്ക് സമയം ആനുപാതികമായിട്ട് തരണമല്ലോ. അദ്ദേഹം കുറെ കള്ളം പറഞ്ഞില്ലേ. അവിടെ പിന്നെ JCB പണിയെടുക്കുന്നതിന് ഒരു ആര്യമായി പിക്കാക്സിന് കുത്തിപ്പൊളിക്കുകയാണോ ചെയ്തത്? അവിടെ കാട് വെട്ടി തെളിച്ചത് ആര്യമായിട്ടാണോ? അവിടെ പണി തുടങ്ങിയില്ല എന്ന് ആര്യ എങ്ങനെയാ അറിഞ്ഞത്? അവിടെ സ്ഥലം എഗ്രിമെന്റ് ചെയ്ത് സ്ഥലം വാങ്ങി 10 ഏക്കർ സ്ഥലം എടുക്കാൻ പോകുന്നു. അതിൽ 2.5 ഏക്കർ അവിടേക്ക് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഞാൻ ചോദ്യത്തിനുള്ള മറുപടി പറയാം. കോൺഗ്രസിന്റെ MLA-മാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ടോ? ആർക്ക് എന്താ തോന്നുന്നത്? MP-മാർ കൊടുത്തിട്ടുണ്ടോ? ആർക്ക് എന്താ തോന്നുന്നത്? സത്യമാണോ ഞാൻ പറഞ്ഞത്? കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഗോവനോടൊന്ന് പറഞ്ഞേ. ഇനി കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടോ? ആദ്യഘട്ടത്തിൽ സന്നദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സർക്കാർ ഭൂമി കണ്ടെത്തി കൊടുക്കുമെന്ന് പറഞ്ഞത്. അവസാനം സർക്കാർ കൈമലർത്തി. സർക്കാരിന് പോലും 1.5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ വീട് 175 ജില്ലയിൽ വീട് പൂർത്തിയാക്കാൻ പറ്റിയത്. ഇപ്പോഴും ബാക്കി 100-300 വീട് ബാക്കിയാണ് പൂർത്തിയാക്കാൻ പറ്റാതെ. അതുകൊണ്ട് മാത്രമാണ് ഇടപെടേണ്ടി വരുന്നത്. അതിഥികൾക്ക് വളരെയധികം നന്ദി.